തക്കാളി വെച്ചിട്ട് നല്ല കറുമുറായിട്ടുള്ള നുറുക്ക് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാദ്യം നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. കാരണം ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മൾ കുക്കറിലിട്ടത് വേവിച്ചെടുക്കണേ. അപ്പോൾ കുക്കറിലിട്ടിട്ട് ഒരു 1-2 വിസിലടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. ഇനി ഇത് നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിയും അതേപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി കേട്ടോ. പിന്നെ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 1/2 കപ്പ് കടലപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്ത എള്ളാണ് കൊടുത്തിട്ടുള്ളത്. കറുത്ത എള്ള് വേണമെങ്കിൽ അതും ചേർക്കട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളർ കിട്ടും ചെയ്യും. അത്ര ഒരു എരിവുണ്ടാവും ചെയ്യില്ല. കുട്ടികൾക്ക് കഴിക്കാനും പറ്റും. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുറുക്കിന്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ അത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി കിട്ടണം. ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ വേർതിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി വേവിച്ചപ്പോൾ എടുത്ത വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. തക്കാളി മാത്രം ആദ്യം ഒന്ന് അരച്ചെടുക്കുകയാണ്. കാരണം ചിലപ്പോൾ നമുക്ക് വെള്ളം കൂടുതലാവേണ്ട വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാനൊരു 8-10 വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സാക്കി എടുത്ത മാവിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലോട്ട് തക്കാളിയുടെ പ്യൂരി മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വേവിക്കാനുള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വെച്ചിട്ടാ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അറിയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ല, നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഞാൻ ഇവിടെ ഈ ഒരു ചില്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചില്ല് വെച്ചിട്ടാണ് നമ്മളിത് നുറുക്കുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില്ല് ആദ്യം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാവ് വെച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കവറ്, കുറച്ചൊരു കട്ടിയുള്ളൊരു കവറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് പീച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഒട്ടും ബാക്കിയാവാതെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പീച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും മാവ് ഇതിൻ്റെ ഉൾഭാഗത്ത് ബാക്കിയാവാതെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് പീച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ഇതുപോലെ ആക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് പീച്ചി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്താൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇതുപോലെ പീച്ചെടുക്കുന്ന സമയത്ത് എണ്ണൻ്റെ ചൂട് നമ്മുടെ കൈമൊക്കെ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലോട്ടായിട്ട് പിടിച്ചിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്താൽ മതി. എന്നാൽ ചൂട് കുറച്ച് കുറവുണ്ടാവും. ഫുൾ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മളിത് പീച്ചെടുത്തപ്പോൾ ഇതിലൊട്ടും ബാക്കിയാവാതെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ ഗ്ലാസ് പേപ്പർ വെച്ച് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ആകെ അത്രയും നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ബാക്കിയായി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും ഇതേപോലെ ആക്കി കൊടുത്തുകൊണ്ടു. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തിളക്കൽ മാറിയതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ മറിച്ചിട്ട് ഒന്ന് കൊടുക്കാതിട്ട് അപ്പോൾ പൊടിഞ്ഞ് പോകും. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ട് നമുക്കിത് ഒന്നും കൂടെ ആയിക്കോട്ടെ. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ടാട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗം ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് തക്കാളി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് നല്ല കറ് മുറിയായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാനൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ മാസങ്ങളോളൊക്കെ ഇരിക്കും. ഇത് പിന്നെ മക്കൾ സ്കൂളിൽ വരുവോളത്തിനുള്ള എടുത്തു വെച്ചതാട്ടോ. ഇതൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുപ്പിയും കൂടിയും കാണൂല. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റിനായിട്ട് നമുക്ക് ഇതിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.